നീ ഉറങ്ങിയായിരുന്നോ? അച്ഛൻ ഇന്ന് ഒത്തിരി സന്തോഷമുള്ള ദിവസാ. ഒരുപാട് നാളുകൂടി അച്ഛൻ ഇന്ന് പാടി മനസ്സ് നിറഞ്ഞ്. മോക്ക് സന്തോഷം തോന്നണില്ലേ? നിനക്കെന്താ സുഖമില്ലേ? എന്നാ മോള് കിടന്നോ. കഴിക്കാനൊന്നും ഇല്ലയോടി? താൻ ഇനിയും ഒന്നും പറഞ്ഞില്ല. എല്ലാം തീരുമാനിച്ച സ്ഥിതിക്ക് ഞാൻ ഇനി എന്ത് പറയാനാ? പോണം, പോയേ, അല്ലെങ്കിൽ അവരെന്റെ കുട്ടിയെ കൊണ്ടുപോകും. പോണോന്ന് പറയുമ്പോ എങ്ങനെയാ തന്റെ മനസ്സിലെ? രാത്രിക്കുള്ള മെയിലിന്. ഇന്നോ? ഇന്ന് തന്നെ പോണമെന്നായിരുന്നു. പക്ഷെ എന്റെ കയ്യില്. ഞാനൊന്ന് നോക്കട്ടെ, താൻ സമാധാനായിട്ടിരിക്കേ. 2-3 ദിവസത്തിനകം നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം. അതുവരെ ആർക്കൊരു സംശയം വരരുത്, പ്രത്യേകിച്ചും പുറയിലുള്ളവർക്ക്. പോവാണെന്ന് പറഞ്ഞു, പക്ഷെ എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ല. എവിടേക്കാ? അറിയില്ല. ശിവു, അപ്പഴേ നാളെ പൂവിന്റെ കാര്യം എങ്ങനെയാ? ഇന്നത്തെ പോലെ തന്നെ ആവോ? മാലച്ചിക്ക് സുഖമുണ്ടെങ്കിൽ കൊണ്ടുവരാം. ഒരു 10-25 മുഴങ്ങളും തന്നുവിടാൻ പറ അവളോട്. നിന്റെ മാലേച്ചിക്ക് എന്താടാ പെട്ടെന്നൊരു അസുഖം? വയറുവേദനയാ. അച്ഛനില്ല, പുരയില. അറിയാം. ആ ശുഭചെറുക്കൻ പറഞ്ഞു അവന്റെ മാലേച്ചിക്ക് എന്തോ സുഖമില്ലെന്നോ വയറുവേദനയെന്നോ. എന്താ മോളെ അസുഖം? ശാന്താറാം, ഒന്ന് നിർത്തേൻ കുട്ടികളെ. പകലെന്നില്ല രാത്രിയെന്നില്ല, ഇനിയൊക്കെ നാളെ ആവാം. ഒന്നും കളിക്കാൻ സമ്മതിക്കില്ല. ഇവറ്റകളെ കൊണ്ട് തോറ്റു. ശാന്താറ, നിങ്ങൾ വേഗം വീട്ടിലേക്ക് ചെല്ല്. മാലയ്ക്ക് എടുക്കാനുള്ള എന്താന്ന് വെച്ചാ എടുത്തോളാൻ പറ. ഞങ്ങള് ദേ വരിയായി. താൻ എന്താ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നേ? നമ്മുടെ മാല വലിയ പെണ്ണായി. വയറുവേദന നിറഞ്ഞേ ഞാൻ ചെന്ന് നോക്കിയപ്പോഴേ കാര്യം പറഞ്ഞത്. നിങ്ങളുടെ മുഖത്തെന്താ ഒരു സന്തോഷമില്ലാത്ത? എന്താ താനിത് അറിഞ്ഞിട്ടും എന്നോട് പറയാതിരുന്നാണോ? അയാൾ എന്തിനാ പറയാതിരിക്കുന്നത്? അയാൾക്ക് ഗുണമുള്ള കാര്യല്ലേ? അതെന്തോ ആട്ടെ, ചെല്ല്. ഇന്ന് തന്നെ അവളെ പുരയിലേക്ക് കൂട്ടണം. വെറുതെ ഒന്നുമല്ല, രാജകുമാരിയെ പോലെ അണിയിച്ചൊരുക്കി വില്ലുവണ്ടിയെ കയറ്റി കൊണ്ടുവരും ഞാൻ. ചെല്ല്, വേഗം ആവട്ടെ.
പോകുന്ന വഴിക്ക് ഇനി കുടിക്കാനൊന്നും നിക്കണ്ട. ചടങ്ങിനുള്ളതൊക്കെ വാങ്ങിച്ചോ, ഉം. ഞങ്ങള് വന്നോളാം. ഉം. ആ, ആ. ഇന്ന് നേരത്തെയാണല്ലോ. എന്താ എന്താച്ചാ? എടുക്കാനുള്ള എന്താന്ന് വെച്ചാ എടുത്തോ. നമ്മൾ പോവുക. എവിടേക്ക്? ഏത് നരകത്തിലേക്കെങ്കിലും. നീ ഇങ്ങനെ മിഴിച്ചു നിൽക്കാതെ വേഗം ഇറങ്ങാൻ നോക്ക്. ശാന്താറാം, ശാന്താറാം. അച്ഛാ, ഇത് ഞാനാടോ, വൈദ്യരാ. അല്ല, നമ്മുടെ ബാലമോളന്റെ. ഇവിടെ ഇല്ല, ശിവുവിന്റെ അടുത്ത് വരെ പോയതാ. ഓ, പോണ കാര്യം പറയാനായിരിക്കും. വെറുതെ അല്ല, ഞാൻ കരുതുകയും ചെയ്തു. എന്താ ഇവിടെ വെട്ടവും വെളിച്ചമൊന്നും കാണാത്തേന്ന്. താൻ പോയി വിളക്ക് എത്തിച്ചിട്ട് പോവാ. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. വീശാനാണെങ്കിൽ ഞാനും വരാം. അവരൊക്കെ എത്തുമ്പോഴേക്കും നമുക്കിങ്ങ് വരികയും ചെയ്യാം. എന്നാ വാ. ഇതൊന്ന് അകത്തേക്ക് വെച്ചേക്ക്. നോക്കി നടക്ക്, വല്ല പാമ്പും പഴുതാരൊക്കെ കാണും. ഞാനിതങ്ങനെ സ്ഥിരമായിട്ട് കഴിക്കലൊന്നുമില്ല. അഥവാ കഴിച്ചാൽ തന്നെ ഒരു 2 ഔൺസ് മതി. പിന്നെ നല്ല വിശപ്പായി. എന്താ ഇത്? എന്റെ കുട്ടി, എന്റെ മോള്. തന്റെ മോള്? എന്റെ മോളെ പുരയിച്ചില്ല, ഞാൻ സമ്മതിക്കില്ല. ഒരിക്കലും സമ്മതിക്കില്ല. പിന്നെ ഞാൻ അവളെയും കൂട്ടി എവിടേക്കെങ്കിലും പൊയ്ക്കോട്ടെ. പോവുക. താനിക്ക് മോള് ഭ്രാന്ത. ഒരു മഹാഭാഗ്യം വന്ന് വാതിക്ക് നിൽക്കുമ്പോ ആ ഭാഗ്യം എനിക്കും എന്റെ കുട്ടിക്കും വേണ്ട. അത് ശരി. അപ്പൊ ഇതായിരുന്നു എന്റെ മനസ്സിലിരിപ്പ്. അങ്ങനെ താൻ ഇവിടുന്ന് പോവോ? ആ, എന്നാ അതെനിക്കൊന്ന് കാണണമല്ലോ. അയ്യോ, നീ അത്ര കഴിയടാ. പൊട്ടി. അയ്യോ, 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 ആരെങ്കിലും അല്ല, ആ തത്ത എവിടെ പോയി കിടക്കുക? കള്ളും കുടിച്ച് വല്ലോടത്തും കിടപ്പുണ്ടാവും. എന്നാ ചെയ്യേണ്ടത്?
പോലീസ് വണ്ടി ചേറി നടക്കുക. കലയിൽ മുഴുവൻ ഇത് തന്നെ ഇപ്പൊ സംസാരം. എല്ലാരും അറിഞ്ഞു താനാ ചെയ്തെന്ന്. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. തനിക്കിത് എങ്ങനെ കഴിഞ്ഞടോ? മനഃപൂർവ്വമല്ല, വേറെ നിവൃത്തിയില്ലായിരുന്നു. എന്നിട്ടോ തനിക്ക് അവളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞോ? കാര്യം പറയാം, എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെട്. തന്നെ അറിയാത്ത ഏതെങ്കിലും നാട്ടിലേക്ക്. ഇല്ല, എന്റെ മകളെ കൂടാതെ ഞാൻ എവിടേക്കുമില്ല. ഇനിയും താൻ വിശ്വസിക്കുന്നുണ്ടോ മാലയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന്? എനിക്ക് അങ്ങനെ വിശ്വസിച്ചേ പറ്റൂ. തനിക്ക് അതിന് കഴിഞ്ഞില്ലെങ്കിലോ? കഴിഞ്ഞില്ലെങ്കിൽ